നമസ്കാരം. 2 മിനിറ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ CPM-ന്റെ പത്രപരസ്യം തിരിഞ്ഞുകൊത്തി. പരസ്യത്തിന്റെ ഉള്ളടക്കം വ്യാപകമായി വിമർശിക്കപ്പെട്ടതിന് പിന്നാലെ സമസ്ത നേതൃത്വം തള്ളിപ്പറയുകയും ചെയ്തതോടെ പത്രപരസ്യം പാർട്ടി ആഗ്രഹിച്ചതിന് വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. ഒറ്റനോട്ടത്തിൽ വാർത്തയെന്ന് തോന്നും വിധം വിന്യസിച്ച പരസ്യത്തിലെ ഉള്ളടക്കവും അത് പ്രസിദ്ധീകരിക്കാൻ തെരഞ്ഞെടുത്ത പത്രങ്ങൾ ഏതൊക്കെയെന്നതും CPM-നെ പ്രതിരോധത്തിലാക്കി. വയനാട് ദുരന്തത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച 658.42 കോടിയിൽ 1 രൂപ പോലും ചിലവഴിച്ചിട്ടില്ലെന്ന് ഔദ്യോഗിക വെബ്സൈറ്റിലെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ജൂലൈ 30-ാം തീയതി മുതലാണ് വയനാട് ദുരന്തത്തിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ സ്വീകരിച്ചു തുടങ്ങിയത്. 4 മാസത്തിനകം 658.42 കോടി രൂപ സമാഹരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ലഭിച്ച തുകയിൽ 1 രൂപ പോലും പ്രവർത്തനങ്ങൾക്കായി ഇതുവരെ മാറ്റിവെച്ചിട്ടില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വന്ദേ ഭാരത് ട്രെയിനുകളിൽ മോശം ഭക്ഷണം സംബന്ധിച്ച വാർത്തകൾ തുടർക്കഥയാകുമ്പോഴും പരാതിക്കാരില്ലെന്ന നിലപാടിൽ റെയിൽവേ. വന്ദേ ഭാരത് ട്രെയിനുകളിലെ ഭക്ഷണം സംബന്ധിച്ച് യാത്രക്കാർക്ക് തങ്ങളുടെ പരാതി അറിയിക്കാൻ ഒന്നിലേറെ സംവിധാനങ്ങളുണ്ടെങ്കിലും ആരും അതിന് തയ്യാറാകാറില്ല. പരാതിക്ക് പിന്നാലെ പോയാലുണ്ടായേക്കാവുന്ന മെനക്കേടും സമയനഷ്ടവുമാണ് യാത്രക്കാരെ പരാതി നൽകുന്നതിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നത്. കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ 2024-ലെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി കേരളം തെരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം കൊല്ലം ജില്ല കരസ്ഥമാക്കി. മത്സ്യബന്ധന മേഖലയിലെ സമഗ്രമായ ഇടപെടലുകൾ പരിഗണിച്ചാണ് കേരളത്തെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. ജയിൽ ചപ്പാത്തിക്ക് ഈ മാസം 21 മുതൽ വില കൂടും. ഒരു ചപ്പാത്തിക്ക് 2 രൂപ എന്നത് 3 രൂപയാക്കും. 10 എണ്ണത്തിന്റെ പാക്കറ്റിന് 30 രൂപ നൽകേണ്ടി വരും. തിരുവനന്തപുരം, കണ്ണൂർ, വിയ്യൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ ഹോമുകൾ, ചീമേനി തുറന്ന ജയിൽ, കൊല്ലം, എറണാകുളം, കോഴിക്കോട് ജില്ലാ ജയിലുകൾ എന്നിവിടങ്ങളിലാണ് ജയിൽ ചപ്പാത്തി നിർമ്മിക്കുന്നത്. 2 മാസമായി ലെബനനിലേക്ക് കടുത്ത ആക്രമണം നടത്തുന്ന ഇസ്രായേൽ 231 കുട്ടികളെ കൊന്നൊടുക്കിയതായി യുനിസെഫ്. ദിവസവും 3 കുട്ടികളെങ്കിലും കൊല്ലപ്പെടുന്നു. ഗാസയിലെ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുമ്പോഴുണ്ടാകുന്ന പ്രതിഷേധവും പ്രതികരണങ്ങളും ലെബനനിലെ കുട്ടികൾക്കായി ഉണ്ടാകുന്നില്ലെന്നും യുനിസെഫ് വക്താവ് ജെയിംസ് എൻഡർ ന്യൂയോർക്കിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.